ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിലെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം അനയ്ക്ക് എഴുന്നേറ്റ് നടക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അനഘയുടെ അസുഖം പൂർണ്ണമായിട്ട് റിക്കവർ ആവുന്നുണ്ട്. ഇതറിഞ്ഞിട്ട് ദേവേനാണെങ്കിലും അനഘയെ കാണാനായിട്ട് വരുന്നുണ്ട്. അനഘയ്ക്കിപ്പോൾ ഭേദമായെന്നും സംസാരിക്കാനും നടക്കാനും ഒക്കെ പറ്റുമെന്നുള്ള കാര്യമൊക്കെ അനന്തപുരിയിലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ ദേവേനെ അനഘയെ കാണാൻ വരുമ്പോഴേക്കും ദേവയാനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേവേനയാണെങ്കിലും പറയുന്നുണ്ട്, ഇനി മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, മോളുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് മാറും. ആട്ടെ, ഇനി മോളുടെ പ്ലാൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ദേവേനെ ചോദിക്കുന്നുണ്ട്. അഭിയാണ് മോളെ ചതിച്ചതെന്ന് എല്ലാവരുടെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ പോവുകയാണോ, അതോ ആരോടും ഒന്നും പറയാതെ ചന്തുമോളെ കൊണ്ട് തിരിച്ച് വിദേശത്തേക്ക് പോകാൻ പോവുകയാണോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് അനഘയോട്. അനഘ പറയുന്നുണ്ട് ദേവയാനിയോട്, ഇനി ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല, നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ഇനിയുള്ള കാലം നാട്ടിൽ തന്നെ കൂടാന്നാണ് തീരുമാനിച്ചേക്കുന്നത്. എൻ്റെ മോളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം. എന്നെ ചതിച്ച ആ അഭിയുണ്ടല്ലോ, അവൻ്റെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവനെ പൂട്ടണം. എങ്കിൽ മാത്രമേ എനിക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അവൻ ചെയ്ത തെറ്റൊക്കെ അവനെ കൊണ്ട് തന്നെ ഏറ്റു പറയിപ്പിക്കണം, എന്നിട്ട് അവനെ അകത്താക്കണം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അനഘ പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അനഘെ, തൽക്കാലം നീ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അഭിയാണെന്നും ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നും ഉള്ള കാര്യങ്ങളൊന്നും മോൾ ഇപ്പം ആരോടും പറയണ്ട. മോക്കറിയാവല്ലോ, എൻ്റെ മരുമോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അഭി. ഈ സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത്. അവളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നും പറഞ്ഞ് ഇത്രയും വലിയ തെറ്റ് ചെയ്ത അഭിയെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കുറച്ച് നാളും കൂടെ നമ്മളിത് ക്ഷമിച്ചു പോകണം മോളെ. മോക്ക് നല്ലൊരു ജോലിയല്ലേ വേണ്ടത്. അത് ഞാനും ആദർശം കൂടെ ആലോചിച്ചിട്ട് മോക്ക് നല്ലൊരു ജോലി തന്നെ റെഡിയാക്കി തരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനഘ പറയുന്നുണ്ട്, മേഡം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കാര്യം തൽക്കാലം മൂടി വയ്ക്കാം. പക്ഷേ അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എന്നെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതം വെച്ചിട്ടാണ് അവൻ കളിച്ചത്. എന്നെ ഇല്ലാതാക്കാൻ നോക്കിയത് അവനും അവൻ്റെ ഗുണ്ടകളും കൂടെ ചേർന്നിട്ടാണ്. അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എൻ്റെ മോളെ പോലും കൊല്ലാൻ അവൻ മടിക്കില്ല. എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അവനെ അറിയാം. ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ സ്നേഹിച്ചു പോയെന്നോർത്ത് ഓരോ നിമിഷവും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ എന്തായാലും ഞാൻ വെറുതെ ഒന്നും വിടില്ല. അവനെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മേഡം എന്നൊക്കെ വളരെ വിഷമത്തോടു കൂടി തന്നെ അനഘ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനയാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അനി എന്നിട്ട് അജയനോട് പറയുന്നുണ്ട്, എനിക്കിനി അനാമികയെ സഹിക്കാൻ പറ്റില്ല അച്ഛാ. അവളുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എനിക്ക് പറ്റില്ല. അവളുള്ള ഈ വീട്ടിൽ എനിക്ക് കയറി വരാൻ പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് മടുത്തു എനിക്ക് ജീവിതം എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. അവൾക്ക് എത്ര വേണമെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തേക്കെന്ന് പറഞ്ഞേക്ക്. നന്ദുവുമായിട്ടുള്ളൊരു വിവാഹം നടന്നില്ലെങ്കിലും ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒഴിയാബാധയെ എൻ്റെ തലയിൽ ഒന്ന് ഇറക്കി തന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. ജാനകി ഉടനെ അനിയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, മോൾ എങ്ങനെയാടാ നിനക്ക് ശല്യമാകുന്നത്? ഈ വീട്ടിലേക്ക് വന്ന മറ്റു രണ്ട് മരുമക്കളെ പോലെ അല്ല എൻ്റെ അനാമിക മോള്. എൻ്റെ മരുമോളുടെ അത്രയും നല്ല സ്വഭാവമൊന്നും അവർക്ക് രണ്ടുപേർക്കും ഇല്ല. അങ്ങനെയുള്ള മോളെ എൻ്റെ മരുമകളായി കിട്ടിയതാ എൻ്റെ ഭാഗ്യം. അവളെ അങ്ങനെ നീ ഒഴിവാക്കി വിടാനൊന്നും നോക്കണ്ട. അവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ മരുമോളായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. അവളെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഉടനെ അജയൻ ജാനകിയോട് പറയുന്നുണ്ട്, നിന്റെ സമ്മതമല്ല ജാനകി ഇവിടെ വേണ്ടത്. നമ്മുടെ മോൻ്റെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി എത്ര കാലം ഇവരിങ്ങനെ തമ്മിലടിച്ച് മുന്നോട്ട് പോകും? നമുക്ക് നമ്മുടെ മോൻ്റെ ഭാവി കൂടെ നോക്കണ്ടേ ജാനകി? അനാമിയെ കണ്ട പയ്യന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുകയല്ലേ. അവൾക്ക് കാമുകന്മാരുമുണ്ട്. ഈ തറവാട്ടിലെ എല്ലാവരും അതൊക്കെ ഇപ്പം നേരിട്ട് കണ്ടു. എന്നിട്ട് നിന്റെ നിലയിലോട്ട് മാത്രം അതൊന്നും കയറുന്നില്ലല്ലോ ജാനകി. എന്തായാലും അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മോൻ്റെ ജീവിതമാണ് ജാനകി. എത്ര നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അനിക്ക് അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബന്ധം പിരിയുന്നതിനോട് തന്നെയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ ഇങ്ങനെ അജയൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് നിന്ന അനാമിക വന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിങ്ങളുടെ ഈ മോനെ? എന്നെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരുത്തിയുടെ കൂടെ നടക്കുന്ന ഇവൻ്റെ കൂടെ ജീവിക്കാൻ ആരെക്കൊണ്ട് പറ്റും? എന്നെ കൊണ്ടെങ്കിലും പറ്റില്ല. പിന്നെ ഈ തറവാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. ബന്ധം പിരിഞ്ഞു പോകാൻ ഇവിടുത്തെ മുത്തച്ഛനും മുത്തശ്ശിയും സമ്മതിക്കില്ലല്ലോ. ഇനി അഥവാ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിലേ വെറും ലക്ഷങ്ങൾ മാത്രം തന്നിട്ട് കാര്യമൊന്നുമില്ല, കോടികൾ തന്നെ തരേണ്ടി വരും. അർഹതപ്പെട്ട നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ തറവാട്ടിൽ തന്നെ കാണും, എന്നും ഇവൻ്റെ ശത്രുവായിട്ട്. അങ്ങനെ വെറും കൈയോടെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനാമിക. ദേവേനയാണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവടി, ഈ തറവാട്ടിലെ സ്വത്ത് മുതലും കണ്ടിട്ട് തന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നേന്നുള്ള കാര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാ.
നിന്റെ മോഹമൊക്കെ അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. 50 കോടി പോയിട്ട് 5 രൂപ പോലും നിനക്ക് തരാൻ പോകുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി അനിയോട് പറയുന്നുണ്ട്, മോനെ അനി, ഇനി ഇവളുടെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും ആകണ്ട. വല്യമ്മ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നിന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഈ ഒഴിയാബാധയെ ഇറക്കി വിടണം എന്നൊക്കെയുള്ളത് വല്യമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആദർശും നയനയും ദേവയാനിയും ഒക്കെ കൂടെ അനഘയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അനഘയുടെ രോഗങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ഭേദമായിട്ടുണ്ട്. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ഇപ്പം പുറത്തു പോകാനൊന്നും താല്പര്യമില്ല. നാട്ടിൽ തന്നെ ജോലി ചെയ്ത് മോളോടൊപ്പം സന്തോഷത്തിൽ ജീവിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു ജോലി കൊടുത്തൂടെ എന്നിങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ് കേട്ടോ. നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ തന്നെ അനഘയ്ക്ക് ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അനഘയോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അനഘ ഓഫീസിലേക്ക് എത്തുകയാണ്. ഓഫീസിൽ വെച്ച് അനഘ കയറി വരുന്ന കണ്ട് അബി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അബി ഉടനെ ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെ അനഘയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? നീ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്റെ അസുഖമൊക്കെ മാറിയോ? നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള രീതിയിൽ അബി ചോദിക്കുമ്പോഴേക്കും, അതേടാ, ഞാൻ തന്നെയാ വന്നിരിക്കുന്നത്. നീ എന്താ കരുതിയത് ഞാൻ ആജീവനാന്തം ആ ബെഡിൽ തന്നെ ജീവിക്കുമെന്നാണോ? എന്നാ കേട്ടോ, എനിക്ക് എല്ലാത്തിനും ഇപ്പൊ കഴിയും. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതേ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ട് തന്നെയാണ്. ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നീ കരുതിയല്ലേ? എന്നാ കണ്ടോ, ഞാനിപ്പോൾ തിരിച്ചു വന്നു. എനിക്ക് നല്ലോണം സംസാരിക്കാനും പറ്റും. പിന്നെ എന്തിനു ഞാൻ ഈ ഓഫീസിലോട്ട് വന്നു എന്ന് നീ ചോദിക്കുമല്ലോ. അതിന് ഉത്തരം ഞാൻ പറയാം. അനന്തപുരി തറവാട്ടിൽ കുറച്ച് നല്ല മനുഷ്യരും ഉണ്ടല്ലോ. അവരൊക്കെ കൂടി തന്നെയാണ് എനിക്ക് ഈ ജോലി സെറ്റാക്കി തന്നത്. അവരോടുള്ള നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാവും. അവർ കാരണം കൂടിയാണ് ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് പോലും. വേണമെങ്കിൽ ഈ നിമിഷം തന്നെ നിന്നെ ഇവിടുന്ന് ചാടിക്കാനൊക്കെ എനിക്കറിയാം. നിന്റെ ജീവിതം കളയാനും എനിക്കറിയാം. പക്ഷേ ഇപ്പോഴെന്തായാലും ഞാൻ അതിനൊന്നും മുതിരുന്നില്ല എന്നിങ്ങനെ അനഘ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അയ്യോ അനഘെ, നീ കടുങ്ങയൊന്നും ചെയ്യരുത്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. നീ എഴുന്നേറ്റ് നടക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പുറത്ത് വെച്ച് സംസാരിച്ചാൽ പോരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അബിയാണെങ്കിലും അനഘയെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിലിരുന്ന് അബിയും അനഘയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നവ്യ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട്. അബിയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നവ്യ അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നവ്യ ഓഫീസിലോട്ട് വരുന്ന വഴിക്ക് തന്നെ അബിയും അനഘയും സംസാരിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കാണുന്ന നവ്യ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അബി എന്താ ഇവളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്? കൂടെയുള്ളത് ആദർശേട്ടന്റെ കാമുകിയല്ലേ? ആഹാ, ഇവളുടെ അസുഖമൊക്കെ മാറി ഇവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇപ്പൊ എന്റെ ഭർത്താവിന്റെ പുറകെയാണ് ഇവിടെ നടക്കുന്നത്. ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവരെന്താ സംസാരിക്കുന്നതെന്ന് ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്നും തീരുമാനിച്ചുകൊണ്ട് തന്നെ അവരുടെ പുറകെ ചെല്ലുന്നുണ്ട് നവ്യ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അവർ കാണാതെ തന്നെ അവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് നവ്യ. അബി ആ സമയത്ത് അനഘയോട് പറയുന്നുണ്ട്, അനഘെ, നീ ഇത്ര പെട്ടെന്ന് തിരിച്ച് ജീവിതത്തിലോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ കൂടിയിട്ട് നിനക്ക് നല്ല ട്രീറ്റ്മെന്റ് എല്ലാം തന്നോണ്ടിരുന്നത്. നീ എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറി തിരിച്ചു വരണം എന്ന് തന്നെ ഞാനും ആഗ്രഹിച്ചുകൊണ്ടിരുന്നേ എന്നുള്ള രീതിയിൽ തന്നെ അബി പറയുന്നുണ്ട്. അനഘ പറയുന്നുണ്ട്, അത് ശരിയാ. എനിക്കിപ്പം നിന്നെ നല്ലോണം അറിയാം അബി. നീ വെറുതെ ഇങ്ങനെ കള്ളങ്ങൾ ഓരോന്ന് പറയണ്ട. നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ ഇനി ഒരിക്കലും ജീവിതത്തിലോട്ട് വരല്ലേന്നായിരിക്കുമല്ലോ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. ഞാൻ ആ കിടപ്പ് കിടന്നപ്പോൾ പോലും നീ എന്നെ വെറുതെ വിട്ടിട്ടില്ലല്ലോ. എൻ്റെ കയ്യോ കാലോ അനങ്ങിയാല്, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്നെ അപ്പം തന്നെ തീർത്ത് കളയും. എൻ്റെ കുഞ്ഞിനെയും തീർത്ത് കളയുന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇപ്പം പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനഘ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അനഘെ, അത് പിന്നെ നിനക്കറിയാമല്ലോ, ഇതെൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. എനിക്കിപ്പോൾ ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ട്. ആദർശേട്ടനല്ല ഞാനാ കുറ്റം ചെയ്തെന്നുള്ളത് എൻ്റെ ഭാര്യയോട് ദയവ് ചെയ്ത് നീ പറയരുത്. അനഘെ, നീ എന്നെ ഇപ്പോൾ ചതിക്കരുത്. ഞാൻ അല്ലെങ്കിൽ തന്നെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. എൻ്റെ ഭാര്യ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള വിവരം എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല. നവിയുടെ സ്വഭാവം നിനക്കറിയാൻ പറ്റില്ല. അവളൊരു രാക്ഷസിയാണ്. തൽക്കാലം നീ ഇത് വലിയ പ്രശ്നമാക്കരുത്. ആദർശേട്ടനും നയനയ്ക്കും അതുപോലെ തറവാട്ടിലെ കുറച്ചു പേർക്കൊക്കെ ഈ സത്യങ്ങളൊക്കെ അറിയാം. അവരുടെ കയ്യിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും ഉണ്ട്. അവർ പോലും ഈ കാര്യങ്ങളൊക്കെ നവിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. കുടുംബത്തിന് വലിയൊരു മാനക്കേടുണ്ടാക്കും. പിന്നെ എൻ്റെ ജീവിതം ഓർത്തിട്ടൊന്നും ആയിരിക്കില്ല, അവളുടെ ജീവിതം പോകുമെന്ന് ഓർത്തിട്ട് തന്നെയാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചേക്കുന്നത്. അത് നയന എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടൊക്കെ മാത്രമാണ് ഞാനിപ്പോൾ നിന്നോട് ഇങ്ങനെ പറയുന്നത്. നവ്യ അറിയാതെ നിന്നെയും കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ആരും ഇതറിയില്ല.
അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ നീ തന്നെയാ ഉള്ളത്. ഏതോ ഒരു സമയത്ത് ആ നവ്യ എൻ്റെ തലയിലായതാണ്. അവളോട് എനിക്ക് വലിയ സ്നേഹമൊന്നുമില്ല. പിന്നെ എൻ്റെ നിലനിൽപ്പിനെ ഓർത്തിട്ട് മാത്രം ഞാൻ അവളോട് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നതാ. എന്നെ നിനക്കറിയാവല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അഭി അനഘയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നവ്യ ആണെങ്കിലും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. ദൈവമേ! ആ നിമിഷം തന്നെ നവ്യ എഴുന്നേറ്റ് വന്നിട്ട്, എടാ ദ്രോഹി, നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അഭിയുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുകയാണ്. ഇത്രയും കാലം നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേടാ? ഇവള് നിന്റെ കാമുകിയായിരുന്നെന്ന് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതും പോട്ടെ, ആ ചന്തുമോളെ മുൻനിർത്തിക്കൊണ്ട് നീ എന്തൊക്കെ നാടകങ്ങളായിരുന്നു കളിച്ചത്. ശരിക്കും ചന്തുമോള് നിന്റെ മോള് തന്നെയായിരുന്നു അല്ലേ? ആദർശേട്ടന്റെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ ആ ചന്തുമോള് തറവാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് നീ തന്നെയായിരുന്നു അല്ലേ? ആദർശേട്ടന്റെ അവിഹിതത്തിലുണ്ടായ കൊച്ചാണെന്നും പറഞ്ഞ് ഞാൻ ഇനി അവരെ പറയാത്തായിട്ട് ഒന്നുമില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ നിന്റെ കളി തന്നെയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് നീ ചെയ്തിരിക്കുന്നത്. ഇപ്പോ നയനയും ആദർശേട്ടനും ഒക്കെ എന്നോട് പറഞ്ഞതാ നിന്നെ വിശ്വസിക്കരുത്, നിന്റെ സ്വഭാവം വളരെ മോശമാണ്, തക്കത്തിനൊത്ത് കാലു മാറി നിൽക്കും, അവനെ ഒരിക്കലും വിശ്വസിക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ പോലും അവരെയൊക്കെ തള്ളി പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു. അതിനൊക്കെയുള്ള ശിക്ഷ എനിക്കിപ്പോൾ കിട്ടി. എന്തായാലും ഇനി നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇത്രയും നാളും എൻ്റെ ജീവിതം ഇല്ലാതാകരുതെന്ന് ഓർത്തിട്ടല്ലേ നയനയും ആദർശേട്ടനൊക്കെ ഈ കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. പാവ ആ കുഞ്ഞ് ചന്തുമോള് സ്വന്തം മോളെ മറ്റൊരാളുടെ മോളാണെന്ന് വരെ നീ ആക്കി തീർത്തില്ലേടാ. നിന്നെപ്പോലെ ഒരു ചതിയനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ നീ എന്നുള്ള രീതിക്ക് തന്നെ നവ്യ പറയുന്നുണ്ട്. എന്തായാലും നീ തറവാട്ടിലോട്ട് വരുമല്ലോ, ബാക്കിയുള്ളത് നിനക്ക് അവിടെ വെച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ അവിടുന്ന് പോവുകയാണ്. അത് കണ്ട് അഭി ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇവളെങ്ങനെ ഈ സമയത്ത് ഇവിടെ വന്നു? അല്ലെങ്കിൽ തന്നെ ഇവൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ അഭി ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനഹയോട് ചോദിക്കുന്നുണ്ട്, അനഹേ, നീയാണോ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇനി തറവാട്ടിലോട്ട് എങ്ങനെ പോകും? ഇന്ന് എൻ്റെ കഥ കഴിഞ്ഞത് തന്നെയാ. ഇനി എന്തൊക്കെയാണോ ഈശ്വര നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അഭി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അനഹ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാൻ എനിക്കൊരു പേടിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിന്റെ തറവാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പം സത്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഞാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് വെറുതെ ഒരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സത്യങ്ങളൊക്കെ നിന്റെ തറവാട്ടിൽ വന്ന് വിളിച്ചു പറയാൻ പറ്റും. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. പിന്നെ തൽക്കാലം ഞാനിപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ്. എന്തായാലും നിന്റെ ഭാര്യ അറിയരുതെന്ന് വെച്ചിട്ടാണല്ലോ എല്ലാവരും ഇത് മൂടിമറച്ച് വെച്ചിരുന്നത്. ഇപ്പോൾ നിന്റെ ഭാര്യ തന്നെ ഇതൊക്കെ കേട്ടില്ലേ. ഇനി ഞാൻ തരാനുള്ളത് വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ തന്നെ നിനക്ക് തന്നോളും. എനിക്കിപ്പോൾ സന്തോഷമായി. നിനക്ക് ഇത്രയൊക്കെ കിട്ടണ്ടേ? തൽക്കാലം നിന്നെ ഒന്ന് പേടിപ്പിക്കാന്നൊക്കെ കരുതി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് നടന്നത്. എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അനഹ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. അഭിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് ദേവയാനി ആണെങ്കിൽ ജാനകിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു കാര്യം കാണിക്കാനാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. ദേവയാനി പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വാ ജാനകി, ഞാൻ നിന്നെ കൊല്ലാനൊന്നും അല്ല കൊണ്ടുപോകുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചും വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതേസമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്നെ എങ്ങോട്ടാ ഏട്ടത്തി കൊണ്ടുപോകുന്നത്? കാര്യം പറഞ്ഞിട്ട് പോ, എങ്ങോട്ടാ പോകുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാനകി എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക മോള് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചു വരും. അതുപോലെ മോള് തിരിച്ചു വരുമ്പോഴേക്കും മോക്ക് ചായക്കുള്ള കടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. മോള് ഇങ്ങോട്ടേക്ക് വരുമ്പം എന്നെ കണ്ടില്ലെങ്കിൽ മോക്ക് വിഷമമാകും. മോക്കിപ്പം ആകെയുള്ള സപ്പോർട്ട് ഞാൻ മാത്രമാണല്ലോ എന്നുള്ള രീതിയിൽ ജാനകി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതിന് നീ ഇത്രമാത്രം വെപ്രാളം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ജാനകി. അവൾ എന്തായാലും അവളുടെ വീട്ടിലേക്കൊന്നും അല്ല പോയിരിക്കുന്നത്. അവളെങ്ങോട്ടാ പോയേക്കുന്നതെന്നൊക്കെ നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെയും കൂട്ടി പുറത്തേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനിയാണെങ്കിലും ജാനകിയും വിളിച്ചുകൊണ്ട് പോയിട്ട് അനാമികയും അനാമികയുടെ കാമ്പൂനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ നിന്റെ മരുമോള് ആരുടെ ഒപ്പം ഇരിക്കുന്നതെന്ന് അറിയാവോ? അവളുടെ കാമുകന്റെ ഒപ്പം ഇരുന്നാ സംസാരിക്കുന്നത്. അങ്ങനെ ദേവയാനി പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി എൻ്റെ മരുമോളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. എന്തായാലും അനാമിക മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. മോളുടെ കൂടെ പഠിച്ച ഏതെങ്കിലും ഫ്രണ്ട് തന്നെ ആയിരിക്കും. ഏട്ടത്തി വെറുതെ എൻ്റെ മരുമകളെ പറ്റി അനാവശ്യമൊന്നും പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുമ്പോഴേക്കും, ശരി ജാനകി, ഞാൻ പറയുന്നതാണല്ലോ നിനക്ക് കുറ്റം, ഇനി ഞാനൊന്നും പറയുന്നില്ല. ആ അനാമികയുടെ കൂടെ നിൽക്കുന്നത് അനാമികയുടെ കാമുകനാന്ന് പറഞ്ഞാൽ നീ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കാം. പക്ഷെ അവർ സംസാരിക്കുന്നതൊക്കെ നീ ഒന്ന് കേട്ട് നോക്ക്. അവർ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് എന്ന് കേട്ടാൽ മാത്രം മതി. എന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ ദേവയാനി നിർബന്ധിച്ച് പറയുന്നുണ്ട്. ജാനകി ആണെങ്കിലും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ പറഞ്ഞല്ലേന്ന് ഓർത്തിട്ട് മാത്രം ജാനകി അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അനാമികയും അനാമികയുടെ കാമുകനായ സ്റ്റെബിനും കൂടെ സംസാരിക്കുന്നത് ജാനകിയും കേൾക്കുന്നുണ്ട്. അനാമികയുടെ കാമുകൻ അനാമികയോട് ചോദിക്കുന്നുണ്ട്, അല്ല അനാമികയെ, നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരാൻ നിൽക്കുകയല്ലേ? അതിന് ഇനി അധിക സമയമൊന്നും ഇല്ലല്ലോ.
അവനെ നിനക്ക് ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അവന്റെ അമ്മ അങ്ങനെയല്ലല്ലോ. അവന്റെ അമ്മ നിന്നെ നല്ലപോലെ സ്നേഹിക്കുന്നില്ലേ? അവസാനം അവരെ വിട്ട് വരാൻ പറ്റില്ല എന്നൊന്നും നീ പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക ഉടനെ പറയുന്നുണ്ട്, എനിക്ക് അവനെ മാത്രമല്ല ആ വീട്ടിലുള്ള ആരെയും എനിക്ക് ഇഷ്ടമല്ല. അവന്റെ അമ്മയും അതുപോലൊക്കെ തന്നെയാ. തൽക്കാലം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഒരാളുടെ സപ്പോർട്ട് വേണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ തള്ളയെ കൂടെ നിർത്തിയേക്കുന്നത്. അല്ലാതെ എനിക്ക് അവരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് സ്വർണ്ണമൊക്കെ അവരുടെ കയ്യിലും ഉണ്ട്. എങ്ങനെയെങ്കിലും അതും കൂടെ ഒന്ന് അടിച്ചു മാറ്റണം. ഞാൻ അവിടുന്ന് പിണങ്ങി പോകാതിരിക്കാനായിട്ടേ അവരെനിക്ക് അവരുടെ വില കൂടിയ സ്വർണ്ണങ്ങളൊക്കെ തരും സമ്മാനമായിട്ട്. എന്തിനാ നമുക്ക് കിട്ടുന്നത് ഇല്ലാതാക്കി കളയുന്നത്? എന്ത് കിട്ടിയാലും അതൊക്കെ നമുക്ക് നാളെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു മുതൽക്കൂട്ടാകുമല്ലോ. ഞാൻ ആ തള്ളയോട് കാണിക്കുന്നതൊക്കെ വെറും അഭിനയം മാത്രമാണ്. എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്റെ ലക്ഷ്യം എന്താന്നൊക്കെ ഉള്ളത് നിനക്കറിയാവല്ലോ. മുന്നോട്ടുള്ള കാലം നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ കുറച്ച് സ്വത്തും മുതലൊക്കെ നമ്മുടെ പേരിൽ മാറ്റണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അത് നമ്മുടെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങും. അല്ലാതെ അവനെയും അവന്റെ തള്ളേനെയും ഒന്നും സ്നേഹിച്ച് അവിടെ പോർക്കാൻ എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. ആ പണം കൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അനാമികയും സ്റ്റെബിനും ഒക്കെ കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ജാനകി ആകെ ഉറഞ്ഞുകൊള്ളി നിൽക്കുകയാണ്. ജാനകിക്കാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട്, എടി രാക്ഷസി, നിന്റെ മനസ്സിലിരിപ്പ് ഇതൊക്കെയായിരുന്നു അല്ലേ? അപ്പോൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേടി? ഒരു മോളെ പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോടി നീ ഈ കുടുംബത്തിലോട്ട് കയറി വന്നത്? നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയവളല്ലേ ഞാൻ. ആ എന്നെ തന്നെ നീ ചതിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ തല്ലാനായിട്ട് ജാനകി ഇറങ്ങുമ്പോഴേക്കും ദേവയാനി ജാനകിയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ജാനകി, ഇപ്പം നീ അവളെ ഒന്നും ചെയ്യാൻ പോകണ്ട. നിന്റെ ദേഷ്യമൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. എന്നാൽ അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. അനാമിക എന്തായാലും തറവാട്ടിലേക്ക് തന്നെ വരുമല്ലോ. അപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും അവിടെ വെച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ജാനകിയും വിളിച്ചോണ്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. ജാനകിയാണെങ്കിലും അനാമികയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി ആഹെ കലിയോടെ തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും അനഘ നേരെ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. അനന്തപുരിയിലോട്ട് അനഘ കയറി വരുന്നത് ആദ്യം കാണുന്നത് ജലജയാണ്. ജലജ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട്. ആഹാ, ഇത് ആരെ ഇങ്ങോട്ടേക്ക് വരുന്നു നോക്ക്. ആദർശിന്റെ കാമുകി ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. അതും അവൾക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. നിന്നെ പോലുള്ള ഒരുത്തിയൊന്നും ഇവിടോട്ട് കയറ്റാൻ പോലും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ വളരെ മോശമായിട്ട് ജലജ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനഘയാണെങ്കിലും ഇതൊന്നും കേട്ടോണ്ട് മിണ്ടാതിരിക്കുന്നില്ല. അനഘയാണെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. ഞാനിവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ അവയുടെ അമ്മയെന്നുള്ളത് എനിക്കറിയാം. ആദ്യം 2 പൊട്ടിയിട്ട് തരേണ്ടത് നിങ്ങൾക്കിട്ടാ. ഒരു മോനെ പോലും മര്യാദയ്ക്ക് വളർത്തറിയാൻ മേലാത്ത നിങ്ങളൊക്കെ ഒരു തള്ളയാണോ? ആദ്യം ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങളെയും നിങ്ങളുടെ മോനെയും ഈ തറവാട്ടിൽ നിന്ന് പണ്ടേ പുറത്താക്കേണ്ടതായിരുന്നു. അത്രയ്ക്ക് ആ 2 പേരുടെയും കയ്യിലുള്ളത് എന്നുള്ള രീതിയിലൊക്കെ അനഘ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വന്നതേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല. ഞാൻ ആദർശേട്ടനെ കാണാനും അല്ല വന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാനാണ് വന്നത്, എൻ്റെ ചന്തുമോളെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തടയാൻ ശ്രമിച്ചാലും ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് ജലജ നവിയോട് പറയുന്നുണ്ട്, ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടി. എന്നാ നീ ഒന്ന് കാണണമല്ലോ. എന്ത് നോക്കി നിൽക്കാൻ നവിയെ നീ ഇവളെ പിടിച്ച് ആദ്യം പുറത്താക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവളെ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കാമുകനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആദർശിനെ കാണണമെന്നുണ്ടെങ്കിലേ നിനക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോരേടി. എന്തിനാണ് ഈ കുടുംബത്തിലോട്ട് കയറുമെന്ന് ബാക്കിയുള്ളവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കുന്നത് എന്ന് ജലജ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതിന് ആ കുട്ടി പറഞ്ഞല്ലോ ആദർശേട്ടനെ കാണാനല്ല വന്നേക്കുന്നത്, ചന്തുമോളെ കാണാനാന്ന്. ചന്തുമോളെ കണ്ടിട്ട് അനഘ ഇവിടുന്ന് പോയിക്കോളും. ഇത്രയും നാളും എൻ്റെ ജീവിതം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആദർശേട്ടനും നയനയും ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. എല്ലാ കാര്യങ്ങളും എനിക്കിപ്പം മനസ്സിലായി. ഈ സത്യങ്ങളൊക്കെ നിങ്ങളുടെ മകൻ അബിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഉടനെ ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താ നവ്യ ഈ പറയുന്നത്? നിനക്കെന്താ വട്ടായോ? ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സൊക്കെ മാറിയോ? നീ എന്താ അബിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആദർശിനെ കൂടെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളല്ലേ നീ. എന്നിട്ടിപ്പോൾ നിനക്ക് ഇത്ര പെട്ടെന്ന് മനമാറ്റം ഉണ്ടായോ? എന്നു മുതലാടി നിനക്കവർ നല്ലവരായത് എന്നുള്ള രീതിയിലൊക്കെ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് അനാമികയും കയറി വരുന്നുണ്ട്. അനാമികയാണെങ്കിലും വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും കുറേ നേരം സംസാരിച്ചിരുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് വരാൻ ലേറ്റായെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകിക്കാണെങ്കിലും നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. ആ സമയത്ത് ജാനകിയോട് ദേവേനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും മിണ്ടണ്ടെന്നുള്ള കാര്യം. അവൾ നന്നായിട്ടൊന്നും എടുത്ത് കുടയാനുള്ള സമയമൊക്കെ വരുന്നുണ്ട്. നമ്മളെ കുറേ നാൾ വട്ടി കളിപ്പിച്ചല്ലേ ഇവള്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട പണിയൊക്കെ നമുക്ക് വഴിയെ കൊടുക്കാം. എന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആകട്ടെ, എന്നിട്ട് മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനഘ അവിടെ എത്തിയ വിവരം എല്ലാവരും അറിയുന്നുണ്ട്. ഈ സമയത്ത് ചന്തുമോളാണെങ്കിലും ഓടി വന്ന് അനഘയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.
ഒരുപാട് സ്നേഹത്തോടെ തന്നെ അനാഥ ചന്തമോളെ വാരിക്കൊണ്ടിരിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ജലജാണെങ്കിലും അബിയെ വിളിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അബിയുടെ എല്ലാ കള്ളക്കളികളും പൊളിക്കുകയാണ് നവ്യ. അവസാനം നവ്യ അബിയുടെ ചെവിക്കലടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞടാ, അതും നിന്റെ വായിന്ന് തന്നെ. എന്തായാലും ഇത്രയും നാളും നീ എന്നെ വിഡ്ഢിയാക്കുമല്ലായിരുന്നോ? നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഇനി എന്തായാലും ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. അതോടൊപ്പം തന്നെ നിന്നെ ഇവിടുന്ന് മുത്തശ്ശൻ അടിച്ചിറക്കിക്കോളും. നിന്റെ കയ്യിലിരിപ്പ് ഇത്രയ്ക്ക് മോശമായതുകൊണ്ട് തന്നെയാ എല്ലാവരും നിന്നെ അകറ്റി നിർത്തുന്നുള്ള കാര്യം എനിക്കിപ്പം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് അകത്ത് കയറി പോകുന്നുണ്ട്. അങ്ങനെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു. ആദർശ് നിരപരാധിയാണെന്നും ഇത്രയും നാളും കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ ത്യാഗങ്ങളും അവർ സഹിക്കുകയായിരുന്നു